Simply lovely. Yeah. Guide! I am guide. 18 beautiful places are here. Crockett's Walk, Pillar Rock, the rest is for What's that? Happy New Year, Sahib. Same to you. Ah. Say, which is the best hotel in Kodaikanal? Carlton. Thanks, yeah. Sahib, you want guide? No thanks. Beautiful spots, rock pillar, golf club. I don't want. I am not a fraud. I am an authorized guide, you see. Now look here, I said I don't want. Let's Please, just go. Please, Go. wonderful places, sightseeing. Don't go, Sahib. ആരടാ ഈ പറട്ട സായിപ്പ തൊലി വെളുത്തവനല്ല സായിപ്പാവൂ ഇത്രയും മനോഹരമായ ഒരു പ്രദേശത്ത് വന്നിട്ട് ഗൈഡിനെ വേണ്ടെന്ന് പിന്നെ അവനൊക്കെ എന്ത് പുല്ലിനാ ഇങ്ങോട്ട് എഴുന്നള്ളിക്കുന്നത് Bloody fools! I am an authorized guide. എരുപ്പാൽ അടിപ്പ സമജ് ഗയാ Look that. Uh-huh. That is the microwave. No, that's the TV tower. TV tower. Oh. Yes. That is the TV tower of Kodaikanal. Uh-huh. ബുദ്ധി ഉണ്ടല്ലോ. Oh, yes. Say, this is a nice place. Yes. This is Cockers Walk. Complete Cockers Walk. What? ഇയാളെ ഇതെങ്ങനെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കുന്നത്? See, what are you saying? Nothing. Look, that's straight, Uh-huh. long. That is Madura Meenakshi Koil. Oh. There. Oh, Meenakshi. Ah, yes. I remember. എന്തോന്ന്? You know, 1 year back, somebody introduced me to a smart Meenakshi at Cochin Island. She was very nice. കഴിവറ മോനെ മീനാക്ഷി എന്ന് വിചാരിച്ച പെണ്ണാണെന്ന് വിചാരിച്ചല്ലേ? Not that Cochin Meenakshi. Oh. This is god, lady god. Oh, goddess, yes, I understand. Ah, yes. there. Yeah. Night coming, full lights. Uh-huh. Come. Yes, of course. അണ്ണാ ഇന്ന് അണ്ണന് നല്ല കോളൊത്തിട്ടുണ്ടല്ലോ. ഇന്ന് നിനക്ക് കച്ചവടം ഒന്നും ഉണ്ടായില്ലേ? പൂക്കൾ അങ്ങനെ തന്നെ ഇരിക്കുന്നു. ഇന്ന് കാലയിലെ ആരെയെ കണിയണ്ടേന്ന് അറിയില്ല. നീ എഴുന്നേറ്റ് വരുമ്പോ എന്നെയല്ലേ കണ്ടത്? ഒന്ന് ചുമ്മാ ഇരി അണ്ണാ. അണ്ണനെ കണിയണ്ട നല്ല കച്ചവടം ഉണ്ടാവും. നീ പോ. മല്ലി കനാമ്പരം പൂവേ മല്ലി കനാമ്പരം. സായ് സായിപ്പേ. Yes? Why? Say, guide, can I get her? സായിപ്പേ മനസ്സിലെ പൂതിയുള്ളല്ലോ. അടിച്ചെന്റെ പരിപ്പേ എടുക്കും. What? വാട്ടല്ല തലക്കിട്ട് നൊട്ട് കിട്ടും. Don't ask like that. My sister. Okay. No getting. Yeah. Don't ask like that. I'm Okay. sorry. ഇയാളെ കൊണ്ടുവരുന്ന എനിക്കിട്ട് അടി കിട്ടുമല്ലോ. സായിപ്പേ പോവാം. Yeah, let's go. എടാ മോനെ രാജു രാവിലെ കൊണ്ടുപോയ കുതിരയാ സായിപ്പിനോട് നല്ല പൈസ വാങ്ങിച്ചു തരണം ഏറ്റുവാ കുറച്ച് കൂട്ടി പറ സായിപ്പേ റുപ്പീസ് കൊടു. How much rupees? അമ്മ ഇയാളോട് ഇരട്ടി പറഞ്ഞാലേ പകുതി കിട്ടും. എന്നാ 400 പറ 400. 200. No. 400. 200. 200. ഹലോ What do you want? കഴിവറുടെ മോനെ Power. യു റിമെമ്പർ മീ സായിപ്പേ താൻ മറ്റടത്തെ പണിയാണല്ലോ കാണിച്ചത്. മോർണിംഗ് ഐ കോൾഡ് യു നോ കാം. ഞാൻ തന്നോട് കെഞ്ചി ചോദിച്ചില്ലടോ സായിപ്പേ. ജോസഫേട്ടാ. സായിപ്പേ he's unauthorized guide. I am authorized. See, proof. Tourism Development Corporation. I am. What's he talking about? He's drinking alcoholic. Don't go with him. Suicide point. He'll push. ജോസഫേട്ടാ ഞാൻ he's drinking alcoholic. Don't go with him. Come. പോലീസിനെ കൊണ്ട് പിടിപ്പിക്കണം. എടാ എന്തോ ഒരു കുടിയാടാ ജോസഫ് ഇത്. എടോ കുതിരപ്പൊണ്ണയ്യ, ഞാൻ കുടിച്ചെന്നേരി തനിക്കെന്താ? തന്റെ മറ്റവനുണ്ടല്ലോ ആ അൺഓതറൈസ്ഡ്, അവനെ സൂക്ഷിക്കണം. ഈ അൺഓതറൈസ്ഡിനെ എല്ലാം വീട്ടിൽ കെട്ടി താമസിപ്പിച്ച തന്റെ മോളും അൺഓതറൈസ്ഡ് ആയി പോകും. എടാ മര്യാദയ്ക്ക് സംസാരിക്കണം. അവനെന്റെ മോനാ, നിനക്കറിയാവോ? മോൻ പണ്ട് തനിക്കൊരു അനുഭവം ഉണ്ടല്ലോ, അത് മറക്കരുത്. ഹായ് 18 beautiful places are here. Crockett's Walk, sweet. Raju. Raju മോനെ. എല്ലാം ഞാൻ അറിഞ്ഞടാ.
ആ പരട്ട SI മിന്നലിൽ നിന്നെ അറസ്റ്റ് ചെയ്തല്ലേ? ഒരു അൺഓതറൈസ്ഡ് ഗൈഡായ നിന്നെ അറസ്റ്റ് ചെയ്തെന്ന് അറിഞ്ഞപ്പോ 200 മില്ലി അടിച്ച് ആദ്യം സന്തോഷം ഞാനാ, ഈ ഓതറൈസ്ഡ് ജോസഫ് ഏട്ടൻ. പക്ഷേ നിന്റെ ഈ ഫീലിങ്സ് കാണുമ്പോ എനിക്ക് വീണ്ടും അടിക്കാൻ തോന്നുന്നു. സോറി, എന്നേക്കാൾ കൂടുതൽ ഫീലിങ്സ് നിനക്കാ. അതുകൊണ്ട് നീ അടിയിടാ മോനെ. വേണ്ട ജോസഫേട്ടാ. വേണ്ടെന്ന് പറഞ്ഞാ ഈ ജോസഫേട്ട സമ്മതിക്കത്തില്ല. നീ കുടിക്കണം, കുടിച്ച് നിന്റെ ഫീലിങ്സ് മാറ്റണം. എനിക്ക് വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ ഏട്ടാ. അങ്ങനെ പറഞ്ഞാ പറ്റില്ല. നീ കുടിച്ചില്ലെങ്കിൽ ഞാൻ ഇത് മുഴുവനും കുടിക്കും. അത് പിന്നെ നിനക്ക് ഫീലിങ്സ് ആകും. അതുകൊണ്ട് രായുമോൻ കുടി, കുടി. മൂത്തോര് പറഞ്ഞാ കേക്ക്, കുടി. കുടി കുടി. കുറച്ചും മുഴുവൻ മുഴുവൻ. ഇനി മോക്കടന്ന ഇനി 3 മിനിറ്റിനകം നിന്റെ എല്ലാ ഫീലിങ്സും ഔട്ട് ഓഫ് സ്റ്റേഷൻ ആകും. മോനെ, നിന്റെ ഫീലിങ്സ് എല്ലാം മാറിയോ? ജോസഫേട്ടന് മാത്രമേ ഈ ലോകത്ത് എന്നോട് സ്നേഹമുള്ളൂ. നിനക്ക് ഇപ്പോഴെങ്കിലും ഇത് മനസ്സിലായല്ലോടാ മോനെ. ഇനിയും ഉണ്ടടാ മോനെ, ഇനിയും ഉണ്ട്. വാതറ. ഓഹരിത്തരം കാണിക്കരുത്. ജോസഫ്, ജോസഫ്, നിനക്കറിയാം ഇന്നെന്റെ മനസ്സത്രയ്ക്ക് വേദിച്ചടാ. ആണോ? നിനക്കറിയാടാ SI, എന്നെ അറസ്റ്റ് ചെയ്തപ്പോ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചോ നീ അല്ലടാ. നീ ആണലൈസ്ഡ് ഗൈഡാണല്ലേടാ. നിനക്ക് എന്തറിയാടാ? നിനക്ക് ഇവിടുത്തെ സ്ഥലം അറിയാം, നിനക്ക് ഈ സ്ഥലം അറിയാം, നിനക്ക് ടൂറിസ്റ്റുകളോട് മാന്യമായിട്ട് പെരുമാറാൻ അറിയാം. നീ 24 മണിക്കൂർ വെള്ളമല്ലടാ. കർത്താവേ, അല്പം മദ്യം ബോധത്തെ തെളിയിക്കുമെന്നാ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. യവൻ ഫുൾ ഔട്ട് ഓഫ് സ്റ്റേഷൻ ആയി പോയല്ലോ. നീ ആരാടാ? സെന്റ് ജോസഫോ? നിന്നെ നീ ആദർശ ഗൈഡാണല്ലേ? Sir? Sir? Sir, you want gate? You want gate, sir? 18 beautiful places are here. Open Lake, Suicide Point, Bearing Hills, Pillar Rock, Cockers Walk. Sir, you want gate? 18 beautiful places. Open Lake, Suicide Point, Bearing Hills, Pillar Rock. So many beautiful places are here. Sir, you want gate? Sir, please. 18 beautiful places are here, sir. എന്താ ഇവിടെ? ഒന്നുമില്ല സർ. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ടൂറിസ്റ്റുകളെ ക്യാൻവാസ് ചെയ്തതെന്ന്? ഞാൻ ആരെയും ക്യാൻവാസ് ചെയ്തില്ല സർ. ഹലോ, ഇങ്ങ വാങ്ക. இந்த ஆள் உங்ககிட்ட என்ன கேட்டாரு? கைடு வேணுமான்னு கேட்டாரு. பொய் சொல்லாதே. நான் அதல்ல ஹஸ்தரேகா சாஸ்திரம். சார் ഹസ്തരേഖാ ശാസ്ത്രം ഞാൻ. നീങ്ങ പോക. പല പ്രാവശ്യമായി നിനക്ക് ഞാൻ വാണിംഗ് തരുന്നു. ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളെ ഗൈഡ് ചെയ്യാൻ ഓതറൈസ്ഡ് ഗൈഡുകൾ ഉണ്ടെന്ന്. അപ്പടി ചൊല്ലി കൊടുക്ക സാർ. ഐ ആം ഓതറൈസ്ഡ് ഗൈഡ്. ഇവനെ പോലെ വ്യാജ ഡ്യൂപ്ലിക്കേറ്റ് ഗൈഡുകൾ ഇറങ്ങിയിരിക്കുന്നത് കൊണ്ട് എന്നെ പോലെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഓതറൈസ്ഡ് ഗൈഡുകൾക്കൊന്നും ജോലിയില്ല സാർ. 2 കൊടുക്കണം സാർ. ആമാ സാർ, ഒന്ന് കിടച്ചാതാ இந்த പയലേക്ക് ബുദ്ധി വരും. താനിപ്പോ ഫുൾ ഫിറ്റിലാണല്ലോ. ലേശം കുറച്ച്. തന്റെ കൂടെ എങ്ങനെയാണോ ആള് വരുന്നത്? ലേക്ക് സൂയിസൈഡ് പോയിന്റ് ആണെന്നും സൂയിസൈഡ് പോയിന്റ് ലേക്ക് ആണെന്നല്ലേ താൻ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്? എന്തിനാണോ ഇങ്ങനെ വെള്ളം അടിക്കുന്നത്? സാർ, സോറി, പണിയില്ലാത്തത് കൊണ്ടാ. എന്തെങ്കിലും ഒരു പണി വേണമല്ലോ എന്ന് കരുതിയാ ഞാൻ എപ്പോഴും ഫിറ്റ് ആകുന്നത്. സ്വബോധത്തോടെ നടന്നാ എനിക്ക് ഫീലിങ്സ് വരും. താനിങ്ങനെ വെള്ളം അടിച്ച ടൂറിസ്റ്റുകൾക്ക് നോയിസൻസ് ഉണ്ടാക്കിയാണ്ടല്ലോ, ലൈസൻസ് ഞാൻ കട്ട് ചെയ്യും. പറഞ്ഞേക്കാം. പിഴപ്പാണ്. ഇവിടെ വാ.
ഇനി ഗൈഡാണെന്ന് പറഞ്ഞ് ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളെ ക്യാൻവാസ് ചെയ്താലുണ്ടല്ലോ പിടിച്ചാൻ അകത്താക്കും. പറഞ്ഞു മനസ്സിലായോ? വയ്ക്കോ. അങ്ങേരുടെ കയ്യിൽ നിന്ന് ഒരിടി കൊണ്ട നീ 2 കഷണമായി പോവും. അത് മിന്നൽ ദിനേശൻ. ഗൈഡ് താൻ സൂക്ഷിച്ചാ മതി. എന്നെ തൊടമാട്ടെ. ഞങ്ങൾക്ക് ഇവിടെ ഉള്ളത് അറിയാമോ? ഞാൻ ഓതറൈസ്ഡ് ഗൈഡാ. ഐ ആം ആൻ ഓതറൈസ്ഡ് ഗൈഡ്. പുരിഞ്ചിക്കോ സാർ. 18 ബ്യൂട്ടിഫുൾ പ്ലേസസ് ആർ ഹിയർ. സൂയിസൈഡ് പോയിന്റ്, ക്രോക്കേഴ്സ് വാക്ക്, വില്ലേജ് റോക്ക് ആൻഡ് ഗോൾഫ് ക്ലബ്. ഏതാടാ പൂക്കാരി? കൊള്ളാമല്ലോ. ഇത് ആ കുതിരക്കാരൻ പൊന്നയ്യന്റെ മോളാ. വീഴുന്ന കുതിരയാണോ? അത് സവാരിക്കാരന്റെ മിടുക്ക് പോലെ ഇരിക്കും. 18 ബ്യൂട്ടിഫുൾ പ്ലേസസ് ആർ ഹിയർ. ക്രോക്കേഴ്സ് വാക്ക്, ഞങ്ങളാ. ആഹാ, സാവന്മാരാണോ? വണക്കം സാർ. ഫുൾ ടാങ്കിലാണല്ലോ. വേറെ സ്വല്പം ഇയാൾ 24 മണിക്കൂർ ഫിറ്റാ. ഓഹോ. കാണിച്ചത്. അയ്യോ, ഞാൻ വിചാരിച്ചു കാലി കുപ്പിയാണെന്ന്. ആരാ സാറേ? പുതിയൊരു സാറ്? എന്റെ ഫ്രണ്ടാ, വലിയ പാർട്ടിയാ. ആഹാ, മലയാളിയാണോ? അതേടോ. വണക്കം സാർ. താനാ പോയ പൂക്കാരി അറിയോ? പിന്നെ എങ്ങനെയാ പാർട്ടി? എന്താ വേണോ സാർ? വേണമല്ലോ. അതിന് പണം കുറെ ചെലവാക്കണം. അവിടെ തന്തയ്ക്ക് ചാരായം വാങ്ങിച്ചു കൊടുക്കണം, വലിക്കാൻ ചുരുട്ട് വാങ്ങിച്ചു കൊടുക്കണം, കുതിരയ്ക്ക് തീറ്റി. മതിയോ? തൽക്കാലം മതി സാറേ. ഞാൻ ഇങ്ങനൊരു പുണ്യ പ്രവൃത്തി ചെയ്യുന്നത് തന്നെ സാറിനോടുള്ള റെസ്പെക്ട് കൊണ്ടാണ്. ഞാനൊരു ബ്രോക്കർ അല്ല, ഗൈഡാണ്. ഐ ആം ആൻ ഓതറൈസ്ഡ് ഗൈഡ്. ഓക്കെ, എല്ലാവർക്കും വണക്കം സാർ. വണക്കം. ഒന്ന് ഒഴിക്കടാ. ഓ, താനീ കാശും വാങ്ങിച്ച് മുങ്ങിയാലുണ്ടല്ലോ ഇടിച്ചാൻ. ഞാൻ ഏറ്റു. ജോസഫാ പറയുന്നത്. ജോസഫ് ഏറ്റതാ. ഞാൻ ആരെന്ന് വിചാരിച്ചടാ പുല്ലന്മാരെ? മാമയോ? പെണ്ണിനെ കിട്ടുമെന്ന് ചോദിച്ചു, കിട്ടുമെന്ന് പറഞ്ഞു. കുറച്ച് കാശും തന്നു. വേറെ ആരെയും കണ്ടില്ല. കുതിരക്കാരന്റെ മോളെ. ഇനി അവന്മാരെ കാണാതെ മുങ്ങി അടക്കണമല്ലോ. ഫീലിങ്സ്. കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. നിങ്ങൾക്ക് ഏത് സ്ഥലം വേണമെങ്കിലും ഞാൻ കൊണ്ട് കാണിച്ചു തരാം. ഗൈഡ് ഇങ്ങനെയൊന്നും പെരുമാറരുത്. നിങ്ങൾക്ക് വിദ്യാർത്ഥികളാണ്. ഒന്നുമില്ലേ, ഞാൻ വയസ്സിന് മൂത്തതല്ലേ. അയ്യോ, എന്ത് പറ്റി ജോസഫേട്ടാ? രായു മോനെ, ഇത് കാര്യം എന്താന്ന് പറ. പോയടാ മോനെ, എല്ലാം പോയി. എന്റെ ലൈസൻസ് കട്ട് ചെയ്തു, എന്നെ പിരിച്ചു വിട്ടു. എന്താ കാര്യം? ഞാൻ എപ്പോഴും ഫുൾ തണ്ണിയാണെന്ന് ടൂറിസ്റ്റുകൾ കംപ്ലൈന്റ് ചെയ്തിരിക്കുന്നു. ഞാൻ 24 മണിക്കൂറും തണ്ണിയാണെന്ന് നിനക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ജോസഫേട്ടൻ തണ്ണി എടുക്കുന്ന ആരാ പറഞ്ഞത്? ആ പരട്ട ടൂറിസം ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് അതോറിറ്റിക്കാര്. അതിനെന്തിനാ കരയുന്നത്? ഈ ഓതറൈസ്ഡ് ജോസഫിനെ അൺഓതറൈസ്ഡ് ആക്കിയില്ലേ? ജോസഫേട്ടന്റെ ഫീലിങ്സ് എനിക്ക് മനസ്സിലായി. നമുക്കൊരു കാര്യം ചെയ്യാം. ജോസഫേട്ടൻ എന്റെ കൂടെ കുടിക്കും. നമുക്കൊരു അൺഓതറൈസ്ഡ് യൂണിയൻ ഉണ്ടാക്കാം. മോനെ, ഞാൻ നിന്നോട് ഒരുപാട് ദ്രോഹങ്ങൾ ചെയ്തിട്ടുണ്ട്. നീ എന്നോട് ക്ഷമിക്കണം. അതൊന്നും സാരമില്ല, നമുക്ക് ജീവിച്ച പോരെ. പക്ഷെ ഒരു കാര്യം, എന്റെ കൂടെ വരുമ്പം എപ്പോഴും ഇങ്ങനെ തണ്ണി അടിച്ചാർന്നാ ശരിയായോ? അയ്യോ, തണ്ണി അടിച്ചില്ലെങ്കിലേ എനിക്ക് എണീറ്റ് നടക്കാൻ പറ്റുകയില്ല. കൈയും കാലും വിറയ്ക്കും, ഫീലിങ്സും വരും. അതൊക്കെ ജോസഫേട്ടന്റെ തോന്നല. ജോസഫേട്ടന്റെ ഫീലിങ്സ് മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. നീയെങ്കിലും എന്റെ ഫീലിങ്സ് മനസ്സിലാക്കിയല്ലോടാ മോനെ. ഒരു 200 മില്ലി ഞാൻ മിണ്ടിപ്പോരുന്ന മില്ലിയുടെ കാര്യം പോ. ഗുഡ് മോർണിംഗ് സ്വാമി. ഗുഡ് മോർണിംഗ് രാജു. അവൻ 2 നാളാ നീ എങ്ക ഇരുന്നേ? ഒരു പാർട്ടിയായി പോയാ സ്വാമി, ഒരു രക്ഷയും കിട്ടിയില്ല. വല്ല കോളും ഉണ്ടോ സ്വാമി? ഉനക്ക് പറ്റിയൊരു പാർട്ടി ഇങ്ങ വന്നിருக்கு. ആരാ സ്വാമി?
அதோ அந்த லோன்ல நோக்கு. அது வந்து ஹஸ்பண்டும் வைஃபும். இங்க வந்து 4 நாளாச்சு. நான் அவரோட ஹிஸ்டரி எல்லாம் கலெக்ட் பண்ணி வச்சிருக்கேன். என்ன சாமி ஹிஸ்டரி? அந்த ஆளு பாலக்காட்ட பெரிய முதலாளி. அது வந்து அவரோட வைஃப். மன நிம்மதிக்காக தான் இங்க வந்திருக்கு. എനിക്ക് ഞാൻ ഒന്ന് കുറിച്ചോട്ടെ. എന്നിട്ട് 18 വയസ്സ് പ്രായമുള്ള അവരുടെ ഒരേ ഒരു മകൾ 3 മാസം മുമ്പ് ഒരു കാർ ആക്സിഡന്റിൽ സത്തുപോച്ചു. സ്വാമി ഈ പറയണതൊക്കെ കറക്റ്റ് കേസ് കേട്ടാണോ? അന്നത്തെ പോലെ ഞാൻ ചെന്ന എന്റെ വാല് മുറിയോ? என்னடா என் மேல உனக்கு நம்பிக்கை இல்லையா? നമ്പിക്ക ഇருக்கு. എന്നാലും സ്വാമി ഒരു പട്ടരല്ലേ? என்னடா சொன்ன? பட்டருக்கு என்னடா குழப்பம்? பட்டர்ல பதிரில்லேன்னு தான் பெரியவங்க சொல்லி இருக்கு தெரியுமா? അത് കറക്റ്റ്. എന്നാ വേറൊരു പഴഞ്ചൊല്ലുള്ളത് സ്വാമിക്ക് തെരിയുമാ? சொல்லி தொலைடா. സ്വാമി ലൈഫിൽ 3 പട്ടന്മാരെ നമ്പാൻ പാടുള്ളൂ എന്നാണ് ജ്ഞാനികൾ പറയുന്നത്. 1 ജനിക്കാനിരിക്കുന്ന പട്ടർ, 2 മരിച്ചുപോയ പട്ടർ, 3 ഫോട്ടോയെ കാണുന്ന പട്ടർ. അല്ല സ്വാമി, ഇവരാരും മനുഷ്യരെ ഉപദ്രവിക്കില്ലെന്നാ പ്രമാണം. അമേതി അമേതി. ഞാൻ ചുമ്മാ തമാശ പറഞ്ഞല്ലേ സ്വാമി. സമയം കളയാതെ ഞാൻ അവരെ ഒന്ന് മുട്ടിട്ട് വരാം. ചെല്ലു ചെല്ലു. ആ കമ്മീഷൻ കൈയോടെ തന്നേച്ച് പോണം. 50-50. ഞാൻ പോയിട്ട് വരട്ടെ. ഗുഡ് മോർണിംഗ് സർ. സർ പാമിസ്റ്റർ ചൊല്ലട്ടുമാ? വേണ്ട. സാറും മലയാളിയാണ്. അത് ശരി. എനിക്ക് തോന്നുന്നു എവിടാ സ്വദേശം? പാലക്കാട്. ആ, മലയാളികളെ എവിടെ വെച്ച് കണ്ടാലും എനിക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും. നിങ്ങൾ ജീവിതത്തിൽ ഏറ്റവും വലിയ ദുഃഖം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പീരീഡാണിത്. മുഖലക്ഷണം കണ്ട് പറഞ്ഞാണ്. ഐ അണ്ടർസ്റ്റാൻഡ് യുവർ ഫീലിംഗ് സർ. വേണ്ടെന്ന് പറഞ്ഞില്ലേ? പൈസയ്ക്ക് വേണ്ടിയല്ല സാർ ഞാൻ ഹസ്തരേഖ പറയുന്നത്. ഹസ്തരേഖാ ശാസ്ത്രം ഞങ്ങളുടെ കുടുംബത്തിന് പരമ്പരാഗതമായി കിട്ടിയ ഒരു സിദ്ധിയാണ്. സാറ് ശൂരനാട് ശങ്കരപ്പിള്ളയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? എന്റെ മുത്തച്ഛനാണ്. എടപ്പള്ളി ചങ്ങമ്പുഴയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? പ്ലീസ് ഒന്ന് നിർത്തൂ. ഒരുപാട് പണമിടപാടുകൾ നടത്തുന്ന കൈയാണല്ലോ ഇത്. എക്സ്പോർട്ടർ ആണല്ലേ? എന്താ നക്ഷത്രം? രേവതി. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേൽ സർവവിഘ്നോപശാന്തേ. ശനിയുടെ അപഹാരം മൂർധന്യമായിരിക്കുന്നു. പക്ഷെ ഇപ്പോൾ ശനി മാറി വ്യാഴത്തിലേക്ക് കടന്നിരിക്കുകയാണ്. വ്യാഴം 12-ലെത്താൻ ഇനി 2 മാസം കൂടി പിടിക്കും. മരണം മരണേഹ ദോഹേ. ഈ അടുത്ത കാലത്ത് കുടുംബത്തിലൊരു മരണം നടന്നായി കാണുന്നല്ലോ. അകന്ന ബന്ധുവല്ല, രക്തബന്ധം. മരിച്ചത് സാറിന്റെ മകളല്ലേ? 18 വയസ്സ് പ്രായം. തെറ്റാണെങ്കിൽ പറയണം. അല്ല, ഞാൻ പറഞ്ഞത് തെറ്റുണ്ടോ സാറേ? നിങ്ങൾ ഇപ്പൊ പറഞ്ഞ എല്ലാ അക്ഷരം പ്രതി ശരിയാണ്. ഞങ്ങളുടെ മകൾ. സാർ, ഞാൻ ഒരിക്കലും ഭാവി പറയാറില്ല, ഭൂതമേ പറയൂ. ഭാവി ആർക്കും പ്രവചിക്കാമല്ലോ. ഭാവി പ്രവചിക്കുന്ന ഹസ്തരേഖാ ശാസ്ത്രജ്ഞനെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടണമെന്നില്ലല്ലോ. ഞാൻ വരട്ടെ. അയ്യോ, ഈ കൈനോട്ടം ഞങ്ങൾക്ക് കുടുംബപരമായി കിട്ടിയൊരു സിദ്ധിയാണ്. പ്രൊഫഷണലി ഐ എം എ ഗൈഡ്. നിങ്ങൾക്ക് സ്ഥലങ്ങളൊക്കെ കാണണമെങ്കിൽ ഐ വിൽ ടേക്ക് യു. സോറി, ഞങ്ങൾ അത്തരത്തിലുള്ള മാനസികാവസ്ഥ. സോറി സാർ, ഐ അണ്ടർസ്റ്റാൻഡ് യുവർ ഫീലിംഗ്സ്. നിങ്ങളെ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. எப்படி இருக்கு நம்ம பார்ட்டி? ரொம்ப ரொம்ப താങ്ക്സ് സാമി. ഇന്നേക്ക് ഞാൻ കണി കണ്ടവനെ നാളെയും കാണണേ. ഗുഡ് മോർണിംഗ് ഹോട്ടൽ ജയ്. ആ മേനോ സാറോ? അവൻ അത്രയ്ക്ക് വലിയ ഡിമാൻഡ് ആണെങ്കിൽ നമുക്ക് വേറെ എസ്റ്റേറ്റ് പാക്കലാം. ഇവിടെ 1-2 ബ്രോക്കേഴ്സ് വന്നിട്ടുണ്ട്, തെരിഞ്ഞവർത്താൻ. നാളെ ഞാൻ അന്വേഷിച്ച് പറയാം. ഞാൻ വരാം സാർ. ഇങ്ങ ഒരേ ബിസി അഫ്കോഴ്സ്. പറയാം. ആരാ സ്വാമി എസ്റ്റേറ്റ് വാങ്ങാൻ പോകുന്നത്? அது வந்து எந்த ஒரு பார்ட்டியா? கொச்சியில பெரிய பிசினஸ் மேன். இந்த ஆளுதான் நம்ம கணேசன் சாரோட பெங்களா வாங்கி இருக்கு. ஃபேமிலியோட தான் வந்திருக்கு. അവർക്ക് വല്ല ഗൈഡിന്റെ ആവശ്യം വരും. மேனோ சாருக்கு இங்க எல்லா இடமும் தெரியும். മുട്ടട്ടെ സ്വാമി. മുട്ടിക്കോ? ആന വിഴുവെന്ന് തോന്നുന്നില്ല. അതൊക്കെ ഞാൻ വീഴ്ത്തിക്കോളാം. ഒന്നും ഏറ്റില്ലേ നമ്മുടെ അവസാന തടവെടുക്കും. ഹസ്തരേഖാ ശാസ്ത്രം. വരട്ടുമാ? சரி. டேய், என்ன ஏமாட்ட பாக்குறியா? கமிஷன் கொடுறா. ஒன்லி 30 ரூபாய். இது ரொம்ப கம்மி. അത് இது ரொம்ப അത് கம்மி. പോതും. ரைடப்பா. Hey! What do you want? നത്തിങ്. Who are you? അത് ഞാൻ ഓഹോ, മലയാളിയാണല്ലേ? എന്താ കാര്യം?
ഞാൻ ഐ എം എ ഗൈഡ്. ഇവിടെ ഒരു ഗൈഡിനെ. വേണ്ട, ഇവിടെ ഗൈഡിനൊന്നും ആവശ്യമില്ല. താങ്ക്സ്. ആരാ അത്? സാർ. അയ്യോ, വണക്കം സാർ. സാർ, ഞാനൊരു ഗൈഡാണ്. നിങ്ങൾ മലയാളികളാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത്. സാർ, ഇവിടെ കാണാൻ ധാരാളം മനോഹരമായ സ്ഥലങ്ങളുണ്ട് സാർ. ബ്യൂട്ടിഫുൾ പ്ലേസസ്. ഇവിടെ സിറ്റി വിട്ട് 20 കിലോമീറ്റർ അകലെ പോയി കഴിഞ്ഞാൽ മനോഹരമായ വാട്ടർഫോൾസ് ഉണ്ട്. അത് ഇവിടുത്തെ മറ്റേ ഗൈഡ്സിന് ഒന്നും അറിയില്ല. ഐ ആം ആൻ എഫിഷ്യന്റ് ഗൈഡ് സാർ. ഇവിടെ ധാരാളം അൺഓതറൈസ്ഡ് ഗൈഡുകളുണ്ട്. അവന്മാരോട് പോയിട്ട് അവർ പറ്റിക്കും. നമ്മൾ മലയാളികളായതുകൊണ്ട് പറഞ്ഞാണ്. നിങ്ങളുടെ ശ്വാസം വിടാനുള്ള സംസാരത്തിൽ നിന്ന് തന്നെ ഒരു എഫിഷ്യൻ ഗൈഡിന്റെ എല്ലാ ക്വാളിറ്റീസിനെ കൊണ്ടെന്ന് മനസ്സിലായി. ബട്ട് ഐ എം സോറി, എനിക്കൊരു ഗൈഡിനെ ആവശ്യമില്ല. അയ്യോ സാർ, ഗൈഡില്ലാതെങ്കിലും പോരുത്. ഇവിടെ നിറയെ കള്ളന്മാരുള്ള സ്ഥലമാണ്. ഏയ്, നിങ്ങളോടല്ലേ പറഞ്ഞത് വേണ്ടെന്ന്? എന്താ ചെവി കേട്ടൂടെ? പാവം, ചെവി പദവാന്ന് തോന്നുന്നു. താൻ പൊയ്ക്കോളൂ. അല്ല സാർ, ഒരു മിനിറ്റ് സാർ. ഞാൻ ഹോട്ടലിൽ ജയിലെ സ്വാമി പറഞ്ഞയച്ചിട്ട് വന്നാ. നിങ്ങൾക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തുതരാൻ അയാൾ പറഞ്ഞു. അതെയോ? എന്നാ പിന്നെ നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ? അല്ല സാർ, റെക്കമെൻഡേഷൻ ഇഷ്ടപ്പെടുന്നവരും അല്ലാത്തവരും കാണും. സാറിനെ കണ്ടപ്പം റെക്കമെൻഡേഷൻ ഇഷ്ടപ്പെടാത്ത കൂട്ടത്തിലുള്ള ഒരാളാണെന്ന് എനിക്ക് താൻ മിടുക്കനാണല്ലോ. എല്ലാരും പറയുന്നത്. എന്താ പേര്? രാജു. പത്മം, എന്ത് പറയാ, നീളും കൂടെ വരട്ടല്ലേ? ആ, കേറിക്കോളൂ. താങ്ക് യു സാർ. ആദ്യം ഭഗവാനിൽ തന്നെ തുടങ്ങാല്ലേ സാർ? ദാറ്റ്സ് എ ഗുഡ് ഐഡിയ. ഇതാണ് അരുമശയെക്കുറിച്ച് ആണ്ടവർ ക്ഷേത്രം. ഇവിടുത്തെ ഫേമസ് ടെമ്പിൾസിൽ ഒന്നാണ്. ഇപ്പൊ പുതുക്കി പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിന് അരുമശയെക്കുറിച്ച് എന്ന് പേര് കിട്ടാനുള്ള കാരണം എന്താണെന്ന് അറിയാമോ സാർ? ഇതിന് ചുറ്റും കുറിഞ്ചി പൂക്കളാണ്. ഈ ചെടികൾക്കുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ 12 വർഷത്തിൽ ഒരിക്കലും ഇത് പൂക്കും. ഇത് പൂത്ത് കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ് പൂക്കളായിരിക്കും. ഇനി എന്നാണോ കുറിഞ്ചി പൂക്കുന്നത്? ഒരു 4 years, 4 വർഷം കാണും. മല്ലിപ്പൂ, പിച്ചിപ്പൂ, കനകാംബരം. അമ്മ பூ வேணுமாமா? பூ நல்ல வாசனை மல்லி. புது பூமா? வேണ്ട. அம்மா நீங்களாவது வாங்குங்க. വേണ്ട കുട്ടി. அண்ணா கொஞ்சம் பூ வாங்க சொல்லுங்களேன். അമ്മച്ചി, ഇതെന്താ തങ്കച്ചിയാ? സ്വന്തം അനിയത്തിയാണോ? സ്വന്തമാണോന്ന് ചോദിച്ചാല് കൂടെ പിറക്കാത്ത തങ്കച്ചി. ഇവളുടെ അമ്മ മരിച്ചുപോയി. അച്ഛൻ തളർവാദം പിടിച്ച് കിടക്ക. ഇവളാ കുടുംബം നോക്കുന്നത്. കുറച്ച് പൂ വാങ്ങിച്ചു. எத்தனை முழம்? സാറേ, 2. എന്നാ നിങ്ങൾ എല്ലാരും കൂടെ അമ്പലത്തിൽ കയറി തൊഴുതിട്ട് വന്നേക്കും. ആ. ഞാനിവിടെ നിൽക്കാം. എന്നാ സൗഖ്യമാ? നല്ല ചൂടാണ് ടീ പോട്. നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. സ്വാമി, ഞാൻ പറഞ്ഞില്ലേ മേനോ സാറിനെ അടിച്ച് കുപ്പിയിൽ ഇറക്കുമെന്ന്. അവർക്കിപ്പോ എന്നെ വലിയ കാര്യമാ. ആ പെങ്കൊച്ച് അതൊരു വിളഞ്ഞ സാധനമാണ്. ഞാൻ സ്വാമിയോട് ഒരു ചിന്ന തപ്പ് പണിയാച്ച്. ആനാ എന്റെ വിടൽസ് ഒന്നും ഏക്കാതെ വന്നപ്പോ ഞാൻ സ്വാമി പറഞ്ഞയച്ചിട്ട് വന്നാന്ന് പറയേണ്ടി വന്നു. എടാ അയോഗ്യ പയലെ, നീ മാനത്തെ കപ്പലെത്തിട്ട് മன்னிക്കണം സ്വാമി. பரவாயில்ல. நான் அனுப்பின ஆளுன்னு சொன்னா மேனோ சார் தட்டிக்கல மாட்டேன். இப்ப புரிஞ்சுதா என் விலை என்ன, நிலை என்ன, என் வெயிட் என்ன? നല്ല വെയിറ്റ് സ്വാമി, നല്ല വെയിറ്റ്. മതി മതി, കമ്മീഷൻ കൊടു, കമ്മീഷൻ കൊടു. ആളുകൾ ഇരിക്കും സ്വാമി, ഒരു അലന്ന പട്ടന്മാരെ പോലെ. കൊള്ളറേ, അത് മതി സ്വാമി. എനക്കൊരു പുതു യോസന. എന്നടേ? നമ്മുടെ മേനോ സാറിന്റെ അടുത്ത് എന്റെ ഹസ്തരേഖാ ശാസ്ത്രം ഒന്ന് കാച്ചു നോക്കിയാലോ? ട്രൈ പണി പാര്. ആനാ എൻ മാനത്തെ കെടുത്ത കൂടാ. മാനം പോയത്താ സ്വാമി മടിയിലെ പണം വരും. അശങ്ക പേശാരെ. ഞാൻ ചുമ്മാ തമാശ പറഞ്ഞല്ലേ സ്വാമി. എന്റെ പാമിസ്ട്രിയിൽ മേനോ സാറിന് താല്പര്യം തോന്നിയാൽ 1 മാസത്തെ ചെലവ് തള്ളി നീക്കാം. എല്ലാം ചൊല്ലി കൊടുക്കറേ. ആനാ കമ്മീഷൻ 50-50. ഓക്കെ ഓക്കെ.